ഗവൺമെന്റ് രാജ്യത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കാൽവെല്ലുകളിക്കുന്ന അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നടപ്പിലാക്കാനുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള ഇത്തരം നീക്കത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസം കേവലം പണത്തിന്റെ പേരിൽ അടിയറവേറ്റാനുള്ള ശ്രമമായിട്ടാണ് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ സർക്കാർ ഈ പദ്ധതി നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ സാഹചര്യത്തിൽ എന്നാൽ തുടർന്ന് ഭരിച്ച ഗവൺമെന്റ് കേരളത്തിനകത്താക്കാനുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ അണിനിരക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മുന്നേ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ പോലീസ് വളരെ മൃഗീയമായിട്ടാണ് ആ സമരത്തെ അട്ടിമറിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ കേരളത്തിനകത്ത് നടത്തുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സമരസഭാക്കളെയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് വൈദ്യുതിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായിട്ടുള്ള സഖാവ് KV രജീഷാണ്. സഖാവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ ISFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് PY ഇസ്മായിൽ സമ്മതിക്കുന്നു. സഖാവിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ISFന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ISFന്റെ ജില്ലാ സഖാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. മുഴുവൻ സഖാക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചിനെ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി ISFന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് KV സാഗറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സ്വാഗത ഭാഷ കഴിഞ്ഞു. കഴിഞ്ഞ കാലത്താണ് MCയുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിൽ വലിയ ചർച്ചയായി. MCയെ സംബന്ധിച്ച് കാഴ്ചവെക്കപ്പെടുന്ന സാഹചര്യം മാത്രമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നാം സമീപനങ്ങളുമായി ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. കേരളത്തിലെ ഇടതുപക്ഷമുള്ള വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഒത്തുചേർന്ന് അതുകൊണ്ട് പുതിയ ഗവൺമെന്റ് വരുമ്പോ ആ ഗവൺമെന്റ് നടത്തുന്നതിന് മുമ്പ് മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ VMC UDF അറബിക്കടലിൽ എന്നാൽ അധികാരത്തിൽ ദിവസങ്ങൾ അറബിക്കടലിലുള്ള കണിയാമാനയിലേക്കാണ് അനക്കത്തിലേക്കാണ് വരുന്നത്. അത്തരത്തിൽ പറഞ്ഞതെല്ലാം ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ നടക്കുന്ന സമരം കേരളത്തിലെ UDF ഗവൺമെന്റിനുള്ള താക്കീതാണ് എന്ന് പറയാൻ ഞാൻ വിദ്യാർത്ഥികളും നിങ്ങളെ കൈകെട്ടി നോക്കിയിരിക്കില്ല. നിങ്ങൾ വന്ന സ്ഥലത്തേക്ക് ജനങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് പറയാൻ ഈ സമയം ഉപയോഗിക്കുക. അത്തരത്തിൽ ഭരണത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള വീഡിയോ കാണാൻ കഴിയും. അതിലേക്കൊന്നും ഞാൻ കിടക്കുകയല്ല. പക്ഷേ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അവർ നടപ്പിലാവുമ്പോൾ കയ്യിൽ നിന്ന് നോക്കിയിരിക്കുക. കൂടുതലൊന്നും പറയാതെ സംസ്ഥാന